നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വർഷം 2005 ജൂൺ. ഡൽഹിയിലെ ഒരു രഹസ്യമുറി. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു ഓപ്പറേഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള പദ്ധതി പൂർത്തിയാകേണ്ടതായിരുന്നു. പക്ഷേ ആ മുറിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു വാതിൽ ചവിട്ടിത്തുറക്കപ്പെട്ടു. ഇന്ത്യയുടെ മാസ്റ്റർ സ്പൈ അജിത് ഡോവലിന്റെ കമാൻഡിന് കീഴിലുള്ള 2 അധോലോക കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ മുംബൈ പോലീസ് അകത്തേക്ക് ഇരച്ചുകയറി. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചത്? രാജ്യസുരക്ഷയും നിയമപാലനവും തമ്മിൽ ഇങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടാകാൻ കാരണമെന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകണം. എല്ലാത്തിനും തുടക്കമിട്ട ആ കറുത്ത ദിനത്തിലേക്ക്. 1993. ആ വർഷം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചുപോയി. നഗരത്തെ പല കഷ്ണങ്ങളായി കീറിമുറിച്ച ഒരു സ്ഫോടന പരമ്പര. അത് രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു വലിയ മുറിവ് തന്നെ സൃഷ്ടിച്ചു. 257. ഇതൊരു വെറും നമ്പറല്ല. ആ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ എണ്ണമാണിത്. 700-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം ഒരേ ഒരാളായിരുന്നു: ദാവൂദ് ഇബ്രാഹിം. സ്ഫോടനങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ദാവൂദിന് പാകിസ്ഥാൻ അഭയം കൊടുത്തു. പക്ഷേ അതൊരു സാധാരണ അഭയമായിരുന്നില്ല. ദാവൂദ് തൻ്റെ മയക്കുമരുന്ന് ഹവാല ഇടപാടുകളിലൂടെ സമ്പാദിക്കുന്ന കള്ളപ്പണത്തിൻ്റെ ഒരു വലിയ വിഹിതം പാക് സൈന്യത്തിനും അവരുടെ ചാരസംഘടനയായ ISIക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ദാവൂദ് വെറുമൊരു അതിഥിയല്ല, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന ആയുധം കൂടിയായിരുന്നു. അങ്ങനെ ISIയുടെ ഉരുക്ക് കോട്ടയ്ക്കുള്ളിൽ ആർക്കും തൊടാനാകാതെ ഒരു പ്രേതത്തെ പോലെ വിലസുകയായിരുന്നു ദാവൂദ്. പക്ഷെ അയാളെ പിടികൂടാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു: നമ്മുടെ ഈ കഥയിലെ നായകൻ അജിത് ഡോവൽ. അദ്ദേഹത്തെ വെറുതെ ബുദ്ധിരാക്ഷസൻ എന്ന് വിളിക്കുന്നതല്ല. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സമയത്ത് സുവർണക്ഷേത്രത്തിന് പുറത്ത് ഒരു സാധാരണ റിക്ഷാക്കാരനായി വേഷം മാറി ശത്രുവിൻ്റെ വിവരങ്ങൾ ചോർത്തിയ ചാരൻ. മിസോറാമിലെ വിഘടനവാദികളെ തോക്കുകൊണ്ടല്ല, സംഭാഷണം കൊണ്ട് മാത്രം ഇന്ത്യയുടെ പക്ഷത്തെത്തിച്ച നയതന്ത്രജ്ഞൻ. അജിത് ഡോവലിൻ്റെ നീക്കങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. ഡോവലിനൊരു കാര്യം വ്യക്തമായിരുന്നു: പാകിസ്ഥാനിൽ കയറി ദാവൂദിനെ പിടിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഏതൊരു വലിയ കോട്ടയ്ക്കും ചെറിയൊരു വിള്ളലുണ്ടാകും, അല്ലേ? ദാവൂദിൻ്റെ കാര്യത്തിൽ ആ വിള്ളൽ അവൻ്റെ മകളായ മെഹ്റൂഖിനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു. അവളുടെ വിവാഹം ആ കോട്ട തകർക്കാനുള്ള ഒരു സുവർണാവസരമായി ഡോവൽ കണ്ടു. വിവാഹ ചടങ്ങുകൾ വളരെ തന്ത്രപരമായാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യത്തെ ചടങ്ങ് മക്കയിൽ വെച്ച്. അവിടെ ഒരു ഓപ്പറേഷൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. രണ്ടാമത്തേത് കറാച്ചിയിൽ, ദാവൂദിന്റെ സ്വന്തം തട്ടകത്തിൽ. അതും നടക്കില്ല. അതുകൊണ്ട് മൂന്നാമത്തെ വേദിയായ ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ വെച്ച് നടക്കുന്ന റിസപ്ഷൻ, അതായിരുന്നു ദാവൂദിനെ പുറത്തു കിട്ടാനുള്ള ഏക അവസരം. ആ ഒരൊറ്റ ചാൻസ്. ഈ ദൗത്യം അതീവ അപകടം പിടിച്ചതായിരുന്നു. എന്തെങ്കിലും പിഴവ് പറ്റിയാൽ സ്വന്തം രാജ്യം പോലും കൈവിടുമെന്ന് ഡോവല് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയത് അതിബുദ്ധിപരമായ, എന്നാൽ ഇന്ത്യക്ക് പൂർണ്ണമായും കൈകഴുകാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇവിടെയാണ് ഡോവലിന്റെ ചാണക്യബുദ്ധി ശരിക്കും പ്രവർത്തിച്ചത്. ദാവൂദിനെ വധിക്കാൻ ഇന്ത്യൻ കമാൻഡോകളെ അയക്കുന്നതിന് പകരം ദാവൂദിന്റെ തന്നെ ശത്രുക്കളെ ഉപയോഗിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ലോകം അതിനെ ഒരു സാധാരണ അധോലോക കുടിപ്പകയായി മാത്രമേ കാണൂ. ഇന്ത്യക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്ന് കൈമലർത്താം. ദാവൂദിനോട് പ്രതികാരം ചെയ്യാൻ മറ്റാരേക്കാളും ആഗ്രഹിച്ചു നടന്ന ഒരാളുണ്ടായിരുന്നു. ഒരു കാലത്ത് അയാളുടെ വലം കൈയായിരുന്ന ഛോട്ടാ രാജൻ. 2000-ൽ ബാങ്കോക്കിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ദാവൂദിന്റെ ആളുകൾ രാജനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ജനലിലൂടെ താഴേക്ക് ചാടി അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്നുമുതൽ ദാവൂദിനോട് പകരം വീട്ടാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു രാജൻ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം ഡോവൽ ഇവിടെ കൃത്യമായി ഉപയോഗിച്ചു. അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഛോട്ടാ രാജനെ ബന്ധപ്പെട്ടു. രാജന്റെ ഏറ്റവും വിശ്വസ്തരായ 2 ഷാർപ്പ് ഷൂട്ടർമാരെ, വിക്കി മൽഹോത്രയെയും ഫരീദ് തനാഷയെയും ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ തലച്ചോറും അധോലോകത്തിന്റെ തോക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് വീണ്ടും ഡൽഹിയിലെ ആ ഹോട്ടൽ മുറിയിലേക്ക് വരാം. മാസങ്ങളായി മെനഞ്ഞെടുത്ത ആ കുറ്റമറ്റ പദ്ധതി ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാരണത്താൽ തകരാൻ പോവുകയായിരുന്നു. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്രാജഡി. DCP ധനഞ്ജയ് കമലാഖറിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ പോലീസ് ഒരു ബിൽഡറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലെ മാസങ്ങളായി വിക്കി മൽഹോത്രയെ തിരയുകയായിരുന്നു. തങ്ങൾ കാലെടുത്തു വയ്ക്കുന്നത് രാജ്യത്തിന്റെ അതിനിർണായകമായൊരു രഹസ്യ ദൗത്യത്തിലേക്കാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും അറിഞ്ഞിരുന്നില്ല. ആ മുറിയിൽ വെച്ച് ഡോവൽ താൻ ആരാണെന്നും എന്താണ് ആ ദൗത്യത്തിന്റെ പ്രാധാന്യമെന്നും പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിയമപരമായ അറസ്റ്റ് വാറന്റുമായി വന്ന മുംബൈ പോലീസ്
ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുതെന്ന് അവർ കർശനമായി താക്കീത് നൽകി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഡോവൽ നേരിട്ട് മുംബൈ ക്രൈംബ്രാഞ്ചിലെ ജോയിന്റ് കമ്മീഷണർ മീര ബോർവാങ്കറെ വിളിച്ചു. പക്ഷേ ഈ ദൗത്യം അതീവ രഹസ്യമായതുകൊണ്ട് താഴെത്തട്ടിലുള്ള IB ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല എന്ന മറുപടി കിട്ടിയതോടെ അറസ്റ്റുമായി മുന്നോട്ടു പോകാൻ മീര ബോർവാങ്കർ ഉറച്ച തീരുമാനമെടുത്തു. ഒടുവിൽ മുംബൈ പോലീസ് വിക്കി മൽഹോത്രയെയും ഫരീദ് തനാഷയെയും അറസ്റ്റ് ചെയ്തു. ആ ദൗത്യത്തിനായി തയ്യാറാക്കിയ ഹോട്ടൽ മാപ്പുകൾ, രഹസ്യരേഖകൾ, അത്യാധുനിക സ്നൈപ്പർ റൈഫിളുകൾ എല്ലാം തൊണ്ടിമുതലായി പോലീസ് പിടിച്ചെടുത്തു. ആ ഷൂട്ടർമാർ ഹോട്ടലിന്റെ പടിയിറങ്ങിയ ആ നിമിഷം ദാവൂദിനെ ഇല്ലാതാക്കാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ എന്നേക്കുമായി തകർന്നു വീണു. അപ്പോൾ ഈ ഒരൊറ്റ കൂട്ടിയിടിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഷൂട്ടർമാർ അറസ്റ്റിലായതോടെ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞതോടെ ദാവൂദ് ദുബായിലെ വിവാഹത്തിന് വന്നില്ല. അയാൾ വീണ്ടും പാകിസ്ഥാനിലെ തന്റെ സുരക്ഷിത താവളത്തിലേക്ക് മടങ്ങി. പതിറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ആ സുവർണ അവസരം ഇന്ത്യയ്ക്ക് എന്നേക്കുമായി നഷ്ടമായി. ഇതിനുശേഷം പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നു. മുംബൈ പോലീസിലെ ചിലർക്ക് ദാവൂദുമായി ബന്ധമുണ്ടായിരുന്നോ? അതോ ഇത് കേവലം 2 ഏജൻസികൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മാത്രമായിരുന്നോ? പോലീസ് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയതെന്ന് വാദിച്ചു. വർഷങ്ങൾക്കിപ്പുറം അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി. ദാവൂദ് ഇന്നും പിടികിട്ടാപ്പുള്ളിയായി പാകിസ്ഥാനിൽ വിലസുന്നു. ഒരുപക്ഷെ അന്ന് മുംബൈ പോലീസ് ആ ദൗത്യം തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ചരിത്രം തന്നെ ഒരുപക്ഷെ മറ്റൊന്നായനെ. നിയമത്തിന്റെ നൂലാമാലകളും ഉദ്യോഗസ്ഥ തലത്തിലെ ഏകോപനമില്ലായ്മയും കൂട്ടിയിടിക്കുമ്പോൾ ആത്യന്തികമായി വില നൽകേണ്ടി വരുന്നതാരാണ്? ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശകലനം. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.